അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത ചരിത്രമാണ് ഈ വീഡിയോയിൽ പറയുന്നത്. റബീഉൽ അവ്വൽ 12 അറേബ്യയിലെ മക്കയിലാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ചത്. വഹാബ് ഇബ്നു അബ്ദുൽ മനാഫിൻ്റെ മകളായ ആമിന ബീവി റളിയല്ലാഹു അൻഹയാണ്. അദ്ദേഹത്തിൻ്റെ പിതാവ് അബ്ദുൽ മുത്തലിബിൻ്റെ മകനായ അബ്ദുള്ളയാണ്. അദ്ദേഹത്തിൻ്റെ പൂർവികർ പിന്തുടർന്നത് ഇബ്രാഹിം നബിയുടെ പാതയായ മകൻ ഇസ്മായിൽ നബിയുടെ പരമ്പരയാണ്. പ്രവാചകന്റെ പിതാവ് പ്രവാചകൻ ജനിക്കുന്നതിന് മുമ്പ് തന്നെ വഫാത്തായി. 6 വയസ്സുവരെ അദ്ദേഹം മാതാവിൻ്റെ സംരക്ഷണത്തിലായിരുന്നു വളർന്നത്. 6 വയസ്സായപ്പോഴേക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതാവും വഫാത്തായി. പിന്നീട് പ്രവാചകൻ വളർന്നത് അബ്ദുൽ മുത്തലിബിൻ്റെ സംരക്ഷണത്തിലായിരുന്നു. പക്ഷേ 2 വർഷത്തിനുള്ളിൽ അദ്ദേഹവും മരണപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ മരണത്തിന് മുൻപ് തന്നെ പ്രവാചകന്റെ അമ്മാവനെ ഏൽപ്പിച്ചിരുന്നു. പ്രവാചകനായ മുഹമ്മദ് നബി നല്ല അനുസരണയുള്ള കുട്ടിയായി വളർന്നു. അങ്ങനെ പ്രവാചകന് 12 വയസ്സായപ്പോൾ അദ്ദേഹം അമ്മാവൻ്റെ കൂടെ ബസ്രയിലേക്ക് തിരിച്ചു. അങ്ങനെ അവർ മരുഭൂമിയിലൂടെ മാസങ്ങളോളം യാത്ര ചെയ്തു. അങ്ങനെ അവർ ബസ്രയിൽ ക്രിസ്തീയ പുരോഹിതനായ ബഹീറയെ കണ്ടുമുട്ടി. അങ്ങനെ പ്രവാചകന് ബഹീറയെ പരിചയപ്പെടുത്തി കൊടുത്തപ്പോൾ ബഹീറക്ക് ആ ബാലനിൽ വളരെ ആകർഷണം തോന്നി. അങ്ങനെ ബഹീറ അബൂത്വാലിബിനോട് പറഞ്ഞു, ഈ മകനെ കൊണ്ട് നിങ്ങൾ മടങ്ങിച്ചെല്ലുക. ജൂതന്മാരുടെ വിദ്വേഷത്തിൽ നിന്ന് ഇവനെ സംരക്ഷിക്കുക. നല്ലൊരു മഹത്തായ ജീവിതം താങ്കളുടെ അനന്തരവനിൽ കാണുന്നു. ആ പുരോഹിതൻ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് അബൂത്വാലിബിന് മനസ്സിലായില്ല. അദ്ദേഹത്തിൻ്റെ അനന്തരവൻ വെറും സാധാരണ കുട്ടിയായിരുന്നില്ല. അങ്ങനെ അദ്ദേഹം മക്കയിലേക്ക് മടങ്ങിയെത്തി. ഈ യാത്രയ്ക്ക് ശേഷം പ്രവാചകന്റെ ജീവിതത്തിൽ കാര്യമായി ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല. എന്നാൽ അദ്ദേഹത്തിൻ്റെ പെരുമാറ്റത്തിൽ നല്ല ജ്ഞാനവും ധാർമ്മികതയും വലിയ ജ്ഞാനവും ഉണ്ടായിരുന്നു എന്ന് സമ്മതിക്കുന്നു. അത് മക്കയിലെ ജനങ്ങളിൽ അപൂർവമായിരുന്നു. അങ്ങനെ പ്രവാചകന്റെ സൽസ്വഭാവം കൊണ്ടും പെരുമാറ്റം കൊണ്ടും പ്രവാചകനെ എല്ലാവർക്കും വലിയ ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് എല്ലാവരും പ്രവാചകനെ സത്യവിശ്വാസി എന്നർത്ഥം വരുന്ന അൽ അമീൻ എന്ന് വിളിക്കുകയും ചെയ്തു. മറ്റെല്ലാവരെ പോലെയും അദ്ദേഹത്തിനും കുടുംബത്തിൽ ജോലികൾ ചെയ്യേണ്ടി വന്നു. അദ്ദേഹത്തിൻ്റെ അമ്മാവന്റെ സമ്പത്തെല്ലാം നഷ്ടപ്പെട്ടതുകൊണ്ട് അമ്മാവന്റെ ആട്ടിൻകൂട്ടത്തെ സംരക്ഷിക്കുന്നതിൽ അമ്മാവനെ സഹായിക്കാൻ തുടങ്ങി. പ്രവാചകൻ ഏകാന്ത ജീവിതമായിരുന്നു നയിച്ചിരുന്നത്. മക്കയിലെ ജനങ്ങൾക്കിടയിൽ രക്തം ചിന്തുന്ന പ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്നു. നിയമങ്ങളെക്കുറിച്ചൊന്നും അവർ ചിന്തിച്ചിരുന്നില്ല. മറ്റുള്ളവരുടെ ദുരിതങ്ങൾ കാണുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഹൃദയം വേദനിക്കുമായിരുന്നു. അക്കാലത്ത് മക്കയിൽ ഇത്തരം സംഭവങ്ങൾ എപ്പോഴും ഉണ്ടാവുമായിരുന്നു. പ്രവാചകൻ തൻ്റെ 25-ാം വയസ്സിൽ സിറിയയിലേക്ക് യാത്ര തിരിച്ചു. അവിടെ വെച്ചാണ് പ്രവാചകൻ ഖദീജ ബീവി റളിയല്ലാഹു അൻഹയെ കണ്ടുമുട്ടിയത്. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ ഏറ്റവും സുന്ദരിയും മഹാമനസ്കയുടെ ഉടമയുമായിരുന്നു. അവർ വളരെ സമ്പന്നമായ കുടുംബത്തിലാണ് ജനിച്ചത്. അവർ ഒരു വിധവയായിരുന്നു. അവർ വിധവയായിരുന്നിട്ടും സമൂഹത്തിലെ പ്രമുഖരും ധനികരും അവരെ വിവാഹം കഴിക്കുവാനായി എത്തി. പക്ഷേ അതെല്ലാം അവർ നിരസിച്ചു. വീണ്ടും ഒരു വിവാഹം കഴിക്കുവാൻ അദ്ദേഹത്തിന് താല്പര്യമുണ്ടായിരുന്നില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖദീജ ബീവിയുടെ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നത് വരെ മാത്രമായിരുന്നു അത്. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ തൻ്റെ കച്ചവടം സത്യസന്ധമായി കൊണ്ടു നടത്തുവാൻ പറ്റിയ ഒരാളെ അന്വേഷിക്കുകയായിരുന്നു. അങ്ങനെയാണ് അവർ പ്രവാചകനെ പരിചയപ്പെടുന്നത്. അദ്ദേഹം ഒരു അനാഥനും പാവപ്പെട്ടവനുമാണ് എന്ന് അറിയാമെങ്കിലും അദ്ദേഹം ഒരു ഉന്നത കുടുംബത്തിൽ ഉള്ളവനാണെന്നും കുറ്റമറ്റവനാണെന്നും ധാർമ്മികബോധം ഉള്ളവനാണെന്നും ബീവിക്ക് മനസ്സിലായി. മാത്രവുമല്ല നല്ല സത്യസന്ധനാണെന്നും മനസ്സിലായി. അങ്ങനെ ഖദീജ ബീവി തൻ്റെ കച്ചവടം പ്രവാചകനെ ഏൽപ്പിച്ചു. അങ്ങനെ തൻ്റെ ആദ്യ കച്ചവടത്തിൽ ഒരു ജോലിക്കാരിയുമായി പ്രവാചകൻ പുറപ്പെട്ടു. അവർ കച്ചവടം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ കൂടെ പോയ ജോലിക്കാരിയോട് പ്രവാചകന്റെ കാര്യങ്ങൾ അന്വേഷിച്ചു. അങ്ങനെ ആ ജോലിക്കാരന്റെ വിവരണം ഖദീജയെ ആശ്ചര്യപ്പെടുത്തി. താൻ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും നല്ല മനുഷ്യനാണ് അദ്ദേഹം. അദ്ദേഹം എന്നോടോ മറ്റുള്ളവരോടോ മോശമായ രീതിയിൽ ഒന്നും തന്നെ പെരുമാറിയിട്ടില്ല. ഞങ്ങൾ കത്തുന്ന സൂര്യന്റെ ചൂടിൽ മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ എപ്പോഴും ഒരു മേഘം തണൽ വിരിച്ചുകൊണ്ട് നമ്മോടൊപ്പം ഉണ്ടായിരുന്നു. മാത്രവുമല്ല അദ്ദേഹം നല്ലൊരു കച്ചവടക്കാരനാണെന്ന് തെളിയിച്ചിട്ടുമുണ്ട്. ആദ്യം അദ്ദേഹത്തിന് കൊടുത്തിരുന്ന കച്ചവട സാധനങ്ങൾ വിറ്റു. എന്നിട്ട് ആ ലാഭം കൊണ്ട് അദ്ദേഹം വീണ്ടും കച്ചവട സാധനങ്ങൾ വാങ്ങി വീണ്ടും വിറ്റു. അങ്ങനെ അദ്ദേഹം ഇരട്ടി ലാഭം ഉണ്ടാക്കുകയായിരുന്നു. അങ്ങനെ അത് കേട്ടപ്പോൾ പ്രവാചകനോട് ഖദീജ ബീവിക്ക് പ്രത്യേക ഒരു ഇഷ്ടം തോന്നി. അവരേക്കാൾ 15 വയസ്സ് ഇളയതായിരുന്നു പ്രവാചകൻ.
എന്നിട്ടും അദ്ദേഹത്തെ വിവാഹം ചെയ്യാൻ അവർ തീരുമാനിച്ചു. അടുത്ത ദിവസം തൻ്റെ സഹോദരിയെ ആ യുവാവിൻ്റെ അടുത്തേക്ക് അയച്ചു. താങ്കൾ എന്താണ് ഇതുവരെ വിവാഹം കഴിക്കാതിരുന്നത് എന്ന് അവർ പ്രവാചകരോട് ചോദിച്ചു. ഈ ചോദ്യം അർത്ഥരഹിതമാണെന്ന് അവർ മറുപടി പറഞ്ഞു. അപ്പോൾ അവർ പ്രവാചകനോട് ചോദിച്ചു, മഹനീയതയും സൗന്ദര്യവും നിറഞ്ഞ ഒരു മഹിളയെ ഞാൻ നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്താൽ നിങ്ങൾക്കതിൽ താല്പര്യമുണ്ടാകുമോ എന്ന് ആ സ്ത്രീ പ്രവാചകനോട് ചോദിച്ചു. അങ്ങനെ അവർ തൻ്റെ സഹോദരിയെക്കുറിച്ചാണ് പറഞ്ഞതെന്ന് പ്രവാചകനോട് പറഞ്ഞപ്പോൾ പ്രവാചകൻ ആശ്ചര്യം കൊണ്ട് ചിരിച്ചു. ഞാനെങ്ങനെ അവരെ വിവാഹം കഴിക്കും? ഈ നഗരത്തിലെ പല ശ്രേഷ്ഠന്മാരും പോലും നിരസിച്ചവരാണവർ. ഈ പാവപ്പെട്ട ഇടയനേക്കാൾ വളരെ സമ്പന്നനും ധനികയുമാണ് അവൾ എന്ന് പ്രവാചകൻ അവളോട് പറഞ്ഞു. അപ്പോൾ സഹോദരി മറുപടി പറഞ്ഞു, അത് നിങ്ങൾ വിഷമിക്കേണ്ട, അത് ഞാൻ സംരക്ഷിച്ചോളാം എന്ന് സഹോദരി മറുപടി പറഞ്ഞു. അങ്ങനെ അധികം വൈകാതെ തന്നെ പ്രവാചകൻ ഖദീജ ബീവി റളിയല്ലാഹു അൻഹയെ വിവാഹം കഴിച്ചു. എല്ലാ മാനവ ചരിത്രത്തിലെയും ഏറ്റവും സ്നേഹവും സന്തുഷ്ടവും വിശുദ്ധവുമായ വിവാഹ ജീവിതത്തിന്റെ ആരംഭമായിരുന്നു അത്. ഈ വിവാഹ ജീവിതം അദ്ദേഹത്തിന് ഒരു സ്ത്രീയുടെ സ്നേഹനിർഭരമായ ഒരു ഹൃദയം നൽകി. അത് പ്രവാചകന് വളരെ അധികം ആശ്വാസമാകുകയും ചെയ്തു. അതിനുശേഷം കുറെ കാലം അവർ സമ്പന്നരായി ജീവിച്ചു. അങ്ങനെ തൻ്റെ 35-ാം വയസ്സിൽ വിധിപ്രകാരം ഒരു വലിയ തർക്കം തീരുമാനിച്ചു. അത് അറേബ്യയെ ഒരു യുദ്ധ പാരമ്പര്യത്തിലേക്ക് തള്ളിയിടുമെന്ന ഭീഷണിപ്പെടുത്തലായിരുന്നു. കഅബയുടെ പുനർനിർമ്മാണത്തിനുള്ള സമയമായിരുന്നു അത്. അവിടെ കൂടിയിട്ടുള്ള ഓരോ ഗോത്രവും കറുത്ത കല്ല് ഉയർത്തിപ്പിടിക്കുന്നതിനുള്ള ബഹുമതി ആവശ്യപ്പെട്ടു. അങ്ങനെ ഓരോ ഗോത്രത്തിലുള്ള തലവന്മാരും അതിനുവേണ്ടിയുള്ള തർക്കത്തിലായി. ആ തർക്കത്തിനിടയിൽ അതിൽ മുതിർന്ന ഒരാൾ ജനങ്ങളോട് പറഞ്ഞു, ആ കവാടത്തിലൂടെ ആദ്യം പ്രവേശിക്കുന്ന ആൾ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക. അങ്ങനെ ആ ജനങ്ങൾ അത് സമ്മതിച്ചു. ജനങ്ങൾ നോക്കി നിന്നു. അങ്ങനെ ആ കവാടത്തിലൂടെ ആദ്യം പ്രവേശിച്ചത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിരുന്നു. വിവിധ ഗോത്രക്കാരും അദ്ദേഹത്തിന്റെ ഉപദേശം തേടി. അങ്ങനെ അവരുടെ എല്ലാ ഉപദേശങ്ങളും കേട്ട ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ആ കല്ല് ഒരു വലിയ തുണിയിൽ വെക്കുക. ഓരോ ഗോത്രക്കാരും തുണിയുടെ ഓരോ ഭാഗം പിടിച്ചുകൊണ്ട് കല്ല് ഉയർത്തുക. ഈ ആശയം ജനങ്ങൾ സന്തോഷത്തോടെ സ്വീകരിച്ചു. ഇങ്ങനെ കല്ലുകൾ നിരനിരത്തി. അങ്ങനെ കഅബയുടെ പുനർനിർമ്മാണം ഒരു തടസ്സങ്ങളും കൂടാതെ പൂർത്തീകരിച്ചു. ഈ സമയത്താണ് ഉസ്മാൻ ഇബ്നു ഹുമൈർ മക്കയിൽ എത്തിയത്. ബൈസന്റെയും ഗോൾഡും ഉപയോഗിച്ച് അദ്ദേഹം തൻ്റെ മക്കളെ പ്രലോഭിപ്പിച്ച് റോമ ഭരണകൂടത്തെ ആശ്രയിച്ചിരുന്ന പ്രദേശം ഉയർത്തിരിക്കുവാനും അവർ ശ്രമിച്ചു. പക്ഷേ ആ ശ്രമം അവർ പരാജയപ്പെട്ടു. അങ്ങനെ പ്രവാചകൻ ഇടപെടുകയും മക്കയിലെ ജനങ്ങൾക്ക് താക്കീത് നൽകുകയും ചെയ്തു. പ്രവാചകൻ എപ്പോഴും ദരിദ്രരെയും പാവപ്പെട്ടവരെയും സഹായിച്ചിരുന്നു. തൻ്റെ അമ്മാവൻ അബൂ ത്വാലിബ് മോശം അവസ്ഥയിലായിരുന്നപ്പോഴും തൻ്റെ സ്വകാര്യ സമ്പത്ത് ഉപയോഗിച്ച് അദ്ദേഹത്തിൻ്റെ കടബാധ്യതകൾ പ്രവാചകൻ തീർത്തിരുന്നു. പ്രവാചകൻ തൻ്റെ അമ്മാവൻ്റെ മകനായ അലിയുടെ വിദ്യാഭ്യാസത്തിന് മുൻഗണന കൊടുത്തു. അദ്ദേഹത്തെ ഉയർത്തിക്കൊണ്ടുവന്നു. 1 വർഷത്തിനു ശേഷം അമ്മാവൻ്റെ മറ്റൊരു മകനായ അഖീലിനെ പ്രവാചകൻ ദത്തെടുത്തു. അങ്ങനെ പ്രവാചകൻ ഖദീജ ബീവി റളിയല്ലാഹു അൻഹയെ വിവാഹം കഴിച്ചു. മക്കയിൽ താമസിക്കുകയും ചെയ്തു. പ്രവാചകന്റെ വിനയപൂർവമായ ആരംഭത്തിൽ നിന്ന് അദ്ദേഹം ഇപ്പോൾ സമ്പന്നനും ബഹുമാനനുമായി തീർന്നിരുന്നു. എന്നാൽ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ 3 ആൺമക്കളെയും 4 പെൺമക്കളെയും പ്രസവിച്ചു. എന്നാൽ ആൺകുട്ടികളിൽ ആരും തന്നെ ജീവിച്ചിരുന്നില്ല. അവർ ശൈശവത്തിൽ തന്നെ മരണപ്പെട്ടു. പ്രവാചകൻ അലി റളിയല്ലാഹു അൻഹുവിനെ വളരെയധികം സ്നേഹിക്കുകയും അവരിൽ വിശ്വാസം കണ്ടെത്തുകയും ചെയ്തു. ആ കാലത്ത് ഒരു സംഘം അറബ് കൊള്ളക്കാർ സയ്യിദ് എന്ന ആ ബാലനെ അവരുടെ മാതാവിൻ്റെ കൈകളിൽ നിന്നും പിടിച്ചെടുത്തു. പിന്നീട് ആ ബാലനെ അവർ ഉക്കാസ് എന്ന ചന്തയിൽ അടിമയായി കൊണ്ടുപോയി വിറ്റു. അങ്ങനെ ആ ബാലനെ വാങ്ങിച്ചത് ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ ഒരു ബന്ധുവായിരുന്നു. അങ്ങനെ അവർ ഖദീജ ബീവി റളിയല്ലാഹു അൻഹക്ക് ആ ബാലനെ ഒരു സമ്മാനമായി നൽകി. അങ്ങനെ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു സമ്മാനമായി ആ കുഞ്ഞിനെ ഏൽപ്പിച്ചു. പ്രവാചകന് സയ്യിദുമായി വളരെ അടുപ്പമുണ്ടായിരുന്നു.
അദ്ദേഹം അവനെ പ്രിയപ്പെട്ട എന്ന അർത്ഥം വരുന്ന അൽ ഹബീബ് എന്ന് വിളിച്ചു ആദരിച്ചു. സയ്യിദിനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ഉപദേഷ്ടാവായി നിയമിക്കുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ പാത പിന്തുടരുകയും ചെയ്തു. അദ്ദേഹത്തിന് നല്ല ആത്മീയ മനസ്സും നല്ല ധാർമ്മികതയും ഉണ്ടായിരുന്നു. ഇതിനിടയിൽ സയ്യിദിന്റെ മാതാപിതാക്കൾ തങ്ങളുടെ മകനെ നഷ്ടപ്പെട്ടതിൽ ഇപ്പോഴും ദുഃഖിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഓരോ ദിവസവും തങ്ങളുടെ മകനെ കിട്ടുവാൻ വേണ്ടി അവർ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. അങ്ങനെ ഒരു ദിവസം ഹജ്ജ് നിർവഹിക്കുവാനായി സയ്യിദിന്റെ മാതാപിതാക്കൾ മക്ക സന്ദർശിച്ചു. അവർ അവിടെ വെച്ചു സയ്യിദിനെ കണ്ടു. അവർ വലിയ ആശ്വാസത്തോടെ സയ്യിദിന്റെ അരികിലേക്ക് ചെന്നു. ഈ വാർത്തയറിഞ്ഞപ്പോൾ സയ്യിദിന്റെ പിതാവ് ഒരു ചാക്ക് സ്വർണവുമായി വന്നു. ആ പിതാവ് ആ സ്വർണ്ണ നാണയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഏൽപ്പിച്ചു. തന്റെ മകനെ അവന്റെ ഉടമയിൽ നിന്നും തിരികെ വാങ്ങാൻ കഴിയുമെന്ന് ആ പിതാവ് കരുതി. സയ്യിദിന്റെ പിതാവ് മകനെ കണ്ടു. കുട്ടിയെ വിട്ടയക്കുവാനായി പ്രവാചകനോട് ആവശ്യപ്പെട്ടു. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് ചോദിച്ചു, നിങ്ങൾ ആരാണ്? ആരെ വിട്ടയക്കണം എന്നാണ് നിങ്ങൾ ആവശ്യപ്പെടുന്നത്? അപ്പോൾ ആ പിതാവ് മറുപടി പറഞ്ഞു, നിങ്ങളുടെ അടിമ സയ്യിദിനെ. അപ്പോൾ പ്രവാചകൻ പറഞ്ഞു, നിങ്ങളുടെ മകനെ തിരിച്ചു കിട്ടാൻ ഞാൻ നിങ്ങൾക്ക് ഒരു വഴി കാണിച്ചു തരാം. സ്വർണം കൊടുക്കാതെ ആ പിതാവ് അത്ഭുതപ്പെട്ടു. അദ്ദേഹം ചോദിച്ചു, നിങ്ങൾ എന്താണ് സംസാരിക്കുന്നത്? ഞാൻ അവനെ നിങ്ങളുടെ മുൻപിലേക്ക് വിളിക്കാം. പക്ഷേ അവൻ നിങ്ങളുടെ കൂടെ പോരാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവനെ ഞാൻ മോചിപ്പിക്കാം. നിങ്ങൾക്ക് അവനെ വളരെ സന്തോഷത്തോടു കൂടെ തന്നെ കൊണ്ടുപോവാം. പക്ഷേ അവൻ എന്നിൽ തന്നെ നിൽക്കുവാൻ ആഗ്രഹിച്ചാൽ നിങ്ങളുടെ കൂടെ പോരുവാൻ ഞാൻ അവനെ നിർബന്ധിക്കുകയുമില്ല. ആ വാക്ക് സയ്യിദിന്റെ പിതാവ് അംഗീകരിച്ചു. അവർ ആ ബാലനെ വിളിച്ചു. പ്രവാചകൻ സയ്യിദിനോട് കാര്യങ്ങൾ അവതരിപ്പിച്ചു. എന്നിട്ട് തീരുമാനമെടുക്കുവാൻ അവനോട് ആവശ്യപ്പെട്ടു. ഞാൻ അങ്ങയോടൊപ്പമാണ് നിൽക്കുന്നത് എന്ന് അവൻ പെട്ടെന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ സയ്യിദിന്റെ പിതാവ് ഞെട്ടി. എന്നിട്ട് പറഞ്ഞു, നീ ഒരു അടിമയെപ്പോലെ കഴിയുവാനാണോ ആഗ്രഹിക്കുന്നത്? അപ്പോൾ അവൻ പറഞ്ഞു, പിതാവേ, ഇദ്ദേഹത്തിന്റെ വാക്കുകൾ എന്നിൽ ആഴത്തിൽ സ്പർശിക്കുന്നു. വളരെ സ്നേഹത്തോടെ പെരുമാറുകയും ചെയ്യുന്നു. എനിക്ക് അദ്ദേഹത്തെ വിട്ടു പോവാനും മറ്റെവിടെയും പോയി ജീവിക്കാനും എനിക്ക് കഴിയുകയില്ല. ഇത് കേട്ടപ്പോൾ പ്രവാചകന്റെ ഹൃദയം വിങ്ങിപ്പോയി. പ്രവാചകൻ സയ്യിദിനെ നഗരത്തിന്റെ മധ്യത്തിൽ കൊണ്ടുപോയി നിർത്തി. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, ഇവൻ എൻ്റെ മകനാണ്. അവൻ എന്നെ പിതാവായി അംഗീകരിക്കുവാൻ അവകാശപ്പെടുന്നു എന്ന് പ്രവാചകൻ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു. തൽഫലമായി സയ്യിദിന് ആ ദിവസങ്ങളിൽ സയ്യിദ് മുഹമ്മദ് എന്ന് പുനർനാമകരണം ചെയ്യുകയും ചെയ്തു. ഈ സ്നേഹബന്ധം അവസാന ശ്വാസം വരെ നീണ്ടു. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 40 വയസ്സായി. അദ്ദേഹം തൻ്റെ ജനങ്ങളെ ഓർത്ത് സങ്കടപ്പെട്ടിരിക്കുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ രാജ്യം യുദ്ധങ്ങളിൽ തകർന്നു. അദ്ദേഹത്തിൻ്റെ ജനം ബാബർ മതത്തിൽ കുടുങ്ങി. അവർ അന്ധവിശ്വാസങ്ങൾക്കും വിഗ്രഹാരാധനകൾക്കും അടിമപ്പെട്ടു. ആളുകൾ എപ്പോഴും പരസ്പരം പോരടിച്ചുകൊണ്ടിരുന്നു. അദ്ദേഹം പലപ്പോഴും ഹീറ പർവ്വതത്തിലെ ഗുഹയ്ക്കുള്ളിൽ ഒറ്റയ്ക്ക് പോയിരുന്നു പ്രാർത്ഥിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്ന പതിവുണ്ടായിരുന്നു പ്രവാചകന്. പല രാത്രികളിലും അദ്ദേഹം അവിടെ ചിലവഴിച്ചിരുന്നു. തൻ്റെ ആഴത്തിലുള്ള ചിന്തകളും ആശകളും അദ്ദേഹം സർവ്വലോകജ്ഞാനിയായ അള്ളാഹുവുമായി പങ്കുവച്ചിരുന്നു. അതുപോലെയുള്ള ഒരു രാത്രിയിൽ അടുത്തൊന്നും ആരും ഇല്ലാതിരിക്കുന്ന സമയത്ത് അള്ളാഹുവിൻ്റെ മലക്ക് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ പ്രത്യക്ഷപ്പെട്ടു. മലക്കിനെ കണ്ടപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആശ്ചര്യപ്പെട്ടു. അദ്ദേഹത്തിന് തൻ്റെ സ്വന്തം കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ആ മലക്ക് പ്രവാചകനോട് വായിക്കുവാൻ ആവശ്യപ്പെട്ടു. പഠിക്കാൻ പോവാത്ത പ്രവാചകന് എങ്ങനെയാണ് വായിക്കാൻ അറിയുക? എനിക്ക് വായിക്കാനൊന്നും അറിയില്ല, പ്രവാചകൻ ആ മലക്കിനോട് പറഞ്ഞു. പെട്ടെന്ന് ആ പ്രവാചകനെ മലക്ക് ആലിംഗനം ചെയ്തു. എന്നിട്ട് ആ മലക്ക് വീണ്ടും പറഞ്ഞ്, ഇനി വായിക്കുക. അപ്പോൾ പ്രവാചകൻ വീണ്ടും പറഞ്ഞ്, എനിക്ക് വായിക്കുവാൻ അറിയില്ല. അപ്പോൾ ആ മലക്ക് പ്രവാചകനെ ഒരു പ്രാവശ്യം കൂടി ആലിംഗനം ചെയ്തു. എന്നിട്ട് മലക്ക് പ്രവാചകനോട് പറഞ്ഞു, ഇനി നീ വായിക്കുക. നിന്റെ നാഥന്റെ നാമത്തിൽ. മനുഷ്യനെ അവൻ ഭ്രൂണത്തിൽ നിന്ന് സൃഷ്ടിച്ചിരിക്കുന്നു. നിന്റെ നാഥൻ അത്യധികം ശ്രേഷ്ഠനാണ്. അവൻ പേന ഉപയോഗിച്ച് എഴുതാൻ പഠിപ്പിച്ചു. പ്രവാചകൻ ഒന്നും അറിയാത്തവനാണെങ്കിൽ പോലും ആ വാക്കുകൾ കേൾക്കുന്ന ഹൃദയത്തോടെ പ്രവാചകൻ ആ വാക്കുകൾ ആവർത്താൻ അനുഭവിച്ച ആ സംഭവത്തിന്റെ അമ്പരപ്പിൽ പ്രവാചകൻ വീട്ടിലേക്ക് പോയി. പ്രവാചകൻ തന്റെ വീട്ടിലേക്ക് കയറിയ ഉടനെ തന്നെ ഭാര്യയോട് പറഞ്ഞു, എന്നെ പുതപ്പിക്കുക. അപ്പോൾ പ്രവാചകൻ ഭയന്ന് വിറക്കുകയായിരുന്നു. അദ്ദേഹത്തിന്റെ ഭയം നീങ്ങുന്നതുവരെ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ പ്രവാചകനെ ഒരു പുതപ്പ് കൊണ്ട് മൂടി. സംഭവിച്ചത് എന്താണ് എന്ന് പ്രവാചകൻ ഖദീജ ബീവിയോട് വിശദീകരിച്ചു. അപ്പോൾ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ പ്രവാചകനോട് പറയുന്നത്, അങ്ങ് പറയുന്നത് പൂർണ്ണമായും സത്യമാണ്. തുടർന്ന് ഖദീജ ബീവി റളിയല്ലാഹു അൻഹ അവരുടെ ഒരു ബന്ധുവായ വറഖത്ത് ഇബ്നു നൗഫൽ എന്ന ഒരു പുരോഹിതന്റെ അടുത്തേക്ക് ചെന്നു. അദ്ദേഹം വൃദ്ധനും
അന്ധനുമായിരുന്നു. അദ്ദേഹത്തിന് ഗ്രന്ഥങ്ങൾ നന്നായിട്ട് അറിയാമായിരുന്നു. അദ്ദേഹം ഗ്രന്ഥങ്ങൾ അറബിയിലേക്ക് വിവർത്തനം ചെയ്തിരുന്നു. അദ്ദേഹത്തോട് ഖദീജ പ്രവാചകന് സംഭവിച്ച കാര്യങ്ങൾ വിശദീകരിച്ചു. അപ്പോൾ അദ്ദേഹം ഖദീജയോട് പറഞ്ഞു, പരിശുദ്ധൻ പരിശുദ്ധൻ എന്നിങ്ങനെ പറഞ്ഞു. ഇത് മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ അടുക്കലേക്ക് വന്ന പരിശുദ്ധാത്മാവാണ്. അദ്ദേഹം തൻ്റെ ജനത്തിനു വേണ്ടി പ്രവാചകനാകും. നല്ല ധീരനായിരിക്കാൻ അദ്ദേഹത്തോട് പറയുക. അദ്ദേഹം തുടർന്നും വെളിപ്പെടുത്തലുകൾ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നു. എന്നിട്ട് അദ്ദേഹം അത് ഓർത്തുവെക്കുകയും അനുയായികൾക്ക് എഴുതി സൂക്ഷിക്കുകയും ചെയ്തു. അള്ളാഹുവിൽ നിന്നുമുള്ള സന്ദേശം ജനങ്ങൾക്ക് അറിയിക്കണമെന്ന് അദ്ദേഹത്തിനും അറിയുമായിരുന്നു. അങ്ങനെ അള്ളാഹു പറയുന്ന കാര്യങ്ങൾ അദ്ദേഹം ജനത്തോട് പ്രസംഗിച്ചു തുടങ്ങി. അങ്ങനെ പ്രവാചക ജീവിതത്തിലെ കുറച്ചു വർഷങ്ങൾ പ്രവാചകൻ തൻ്റെ ആദ്യത്തെ പ്രബോധനം സ്വന്തം കുടുംബത്തോടും തൻ്റെ സുഹൃത്തുക്കളോടുമായിരുന്നു പറഞ്ഞിരുന്നത്. അദ്ദേഹത്തിൻ്റെ ഭാര്യ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ ആയിരുന്നു ഇസ്ലാം മതത്തിലേക്ക് ആദ്യമായി കടന്നു വന്നത്. അങ്ങനെ ഇസ്ലാം മതത്തിലേക്ക് കയറി വന്ന ഏക ബാലൻ അലി റളിയല്ലാഹു അൻഹു ആയിരുന്നു. അങ്ങനെ ഇസ്ലാം മതം സ്വീകരിച്ച ആദ്യത്തെ അടിമയായിരുന്നു സയ്യിദ്. അങ്ങനെ ഇസ്ലാം മതം സ്വീകരിച്ച ആദ്യത്തെ സ്വതന്ത്ര മനുഷ്യൻ പ്രവാചകന്റെ പഴയ സുഹൃത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആയിരുന്നു. അങ്ങനെ ഈ ചരിത്രകഥ ഇവിടെ നിർത്തുന്നു. എല്ലാവരും വീണ്ടും തുടർന്ന് കേൾക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.